ഞാൻ കുറേയേറെ പെർഫ്യൂംസ് ട്രൈ ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ചില പെർഫ്യൂംസൊക്കെയാണ് തങ്ങി നിന്നിട്ടുള്ളത്. അത്തരത്തിൽ തങ്ങി നിന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു മണങ്ങളോട് അതിയായ അഭിനിവേശമുള്ളവർ മാത്രം വാങ്ങേണ്ടതാണ്. അല്ലാതെ ഒരു പെർഫ്യൂം വാങ്ങിയേക്കാം എന്ന ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങളിത് വാങ്ങരുത്. അങ്ങനെയുള്ളവർക്കും അല്ല ഈ പെർഫ്യൂം. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പെർഫ്യൂം. ഇതൊരു ആർട്ട് വർക്കാണ്, മോഡേൺ ആർട്ട് വർക്ക്. ഇത് ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം വാങ്ങേണ്ട. എ.ആർ. റഹ്മാൻ്റെ ഒക്കെ മ്യൂസിക് കേൾക്കുന്ന പോലുള്ളൊരു ഫീൽ. വളരെ പതിഞ്ഞ താളത്തിൽ ഓരോ മ്യൂസിക് ഇങ്ങനെ പതിയെ 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 കൂടി വരുന്ന പോലൊരു ഫീൽ. ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 10-22 കൊല്ലമായി. ഇപ്പോഴും ഇതിൻ്റെ DNA ഒരു മാറ്റം തട്ടിയിട്ടില്ല. അൺടച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു DNA ആണ് ഈ ഒരു DNA. അതുകൊണ്ടിട്ടാണ് നീഷ് ഹൗസായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ മാൾ പോലും ഈ ഒരു DNA കോപ്പി അടിച്ചത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഐക്കോണിക് പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ചിലരെങ്കിലും ഈ ഒരു പെർഫ്യൂം എന്നോട് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ചോദിക്കുന്ന ആൾ എത്രമാത്രം പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ഊഹിക്കാൻ പറ്റും. കാരണം അത്തരം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസിൽ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് റിവ്യൂ ചെയ്യാൻ അത്രമാത്രം സന്തോഷമാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമായി ഒരു പെർഫ്യൂം. ഇതാണ് അബെർക്രോംബി ആൻഡ് ഫിച്ച് കൊളോൺ. ഈ ഒരു പെർഫ്യൂം 2002 ലോഞ്ച് ചെയ്തത്. ബ്രൂണോ യൊവാനിക്, ക്രിസ്റ്റഫ് ലോഡ്മിയൽ എന്നുള്ള 2 പെർഫ്യൂമറാണ് ഈ ഒരു പെർഫ്യൂം റിലീസ് ചെയ്തത്, അതിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ഹൈപ്പുള്ളൊരു പെർഫ്യൂമാണ്. പല പെർഫ്യൂം കമ്പനികൾ, ഈവൻ നീഷ് ഹൗസായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ മാറിൽ പോലും ഇതിൻ്റെ DNA കോപ്പി അടിച്ച് അവരതേപോലുള്ളൊരു മണം അവർ ക്രിയേറ്റ് ചെയ്തു. പെർഫ്യൂംസിൻ്റെ മാറിൽ പേഴ്സിവൽ ഇതിൻ്റെ ഒരു DNA ആണ്, ഇതിൻ്റെ ഒരു ക്ലോണാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് ശേഷമാണ് അത് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു വെർഷനാണ് മോൺബ്ലോങ് ലെജൻഡ് EDP. ഇതിൻ്റെ സെയിം DNA ആണ്. അപ്പോൾ ഇത്രമാത്രം പല പെർഫ്യൂംസിനും ഒരു ഇൻസ്പിറേഷൻ ആകാനുള്ള കാരണം, ഇതിന് ഇത്ര ഹൈപ്പ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അതിനാണ് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പ് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ ഡിസൈൻ പറയാം. വളരെ വിയേർഡായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. കണ്ടല്ലേ, ഒരു സെക്സി മാച്ചൊക്കെ ഡ്യൂഡിൻ്റെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഡിസൈൻ കാരണം പലർക്കും ഈ ഒരു പെർഫ്യൂം വാങ്ങാൻ ഒരു മടിയുണ്ട്. ഇങ്ങനെയുള്ളൊരു ബോട്ടിൽ ഡിസൈൻ കാരണം ചിലർക്ക് സ്റ്റിക്കർ വലിച്ചൊരു കളയും. ഇവിടെ അബെർക്രോംബി ആൻഡ് ഫിച്ച് കൊളോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും. ഓരോ കൊളോൺ വെർഷനാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. നല്ല ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല തിക്കാണ്. ഗ്ലാസ് നല്ല തിക്കാണ്. ക്യാപ്പ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇവിടെ ഒരു മെറ്റൽ ക്രോം ഫിനിഷോട് കൂടിയ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം കട്ടിയുള്ളൊരു ക്യാപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ക്യാപ്പ്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ. ട്രൈ ചെയ്തതിന് മുമ്പായിട്ട് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് ഫിർ, ലെമൺ, ഓറഞ്ച്, പെറ്റിറ്റ് ഗ്രീൻ, കാർഡമം, സീ നോട്ട്സ്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ റോസ്മേരി, ലിലി ഓഫ് ദ വാലി, ജാസ്മിൻ, റോസ്, സേജ്. ബേസ് നോട്ടിൽ വരുമ്പോൾ മസ്ക്, വെട്ടുവർ, ഓക്മോസ്, ബ്രസീലിയൻ റോസ്വുഡ്, സാൻഡൽവുഡ്. ഇത്രയാണ് ഇതിൻ്റെ നോട്ട്. കുറേ നോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മണം എന്താണെന്ന് ഞാൻ പറയാം. ഡിസ്ട്രിബ്യൂഷൻ കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത ഓപ്പണിങ്. ഇതൊക്കെയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പണിങ്, അടിപൊളിയൊരു ഓപ്പണിങ്. എ.ആർ. റഹ്മാൻ്റെ ഒക്കെ മ്യൂസിക് കേൾക്കുന്ന പോലുള്ളൊരു ഫീൽ. വളരെ പതിഞ്ഞ താളത്തിൽ ഓരോ മ്യൂസിക് ഇങ്ങനെ പതിയെ 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 കൂടി വരുന്ന പോലൊരു ഫീൽ. ഹാൻഡ്സ് ഡൗൺ, വണ്ടർഫുൾ ഓപ്പണിങ്. ഗംഭീര അനുഭവം. അപ്പം അതിൽ
മെയിനായിട്ട് കിട്ടുന്ന മണമെന്ന് പറയുന്നത് ഏലക്ക, കാർഡമം നോട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഓപ്പണിങ്ങിൽ ചെറുതായിട്ടൊരു മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ച് ഫീലുണ്ട്. സിട്രസി അല്ല, ഒരു ഓറഞ്ച് ഫീലുണ്ട് ചെറുതായിട്ട്. പിന്നെ കുറച്ച് ഹെർബൽ സ്മെൽസ്. പിന്നെ തീർച്ചയായും കിട്ടുന്ന ഒരു മണമാണ് സീ നോട്ട്സ്. കടൽ തീരത്ത് ഈ മഴയൊക്കെ പെയ്ത് തീർന്നതിന് ശേഷം കടൽ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂടിക്കെട്ടിയ കടലിൻ്റെ ഒരു മണം. പിന്നെ റോസ്മേരി പലർക്കും അറിയാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് റോസ്മേരി. ഇതിൻ്റെ ഇല വെച്ച് തിളപ്പിച്ച എണ്ണയോ ഇലയോ അത് മുടിക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോസ്മേരി പലർക്കും ആ ഒരു നോട്ട് അറിയാം. ആ ഒരു മണം നമുക്കിതിൽ നിന്ന് കിട്ടും, റോസ്മേരി. പിന്നെ സേജ് എന്നുള്ളൊരു മണം, വളരെ കൂളിംഗ് എഫക്റ്റ് ആയിട്ടുള്ളൊരു മണമാണ്. ഒരു ഹെർബൽ നാച്ചുറലായിട്ടുള്ളൊരു അരോമയാണ് സേജിൻ്റെ മണം. ഡ്രൈഡോണൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂറോപ്പിൽ നിന്നൊക്കെ മനസ്സിൽ ചിന്ത വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു കാലാവസ്ഥയുണ്ട്, ഓട്ടം, അല്ലെങ്കിൽ മലയാളത്തിൽ ശരത്കാലം എന്ന് പറയും. ആകാശമൊക്കെ ഇങ്ങനെ ചമന്ന് സന്ധ്യാസമയത്ത് മൂടിക്കെട്ടി ചുമന്ന് നിൽക്കുന്ന ആകാശം, നിലത്ത് മേപ്പിൾസ് ഇലകൾ, ചുവന്നും പഴുത്തും ഓറഞ്ച് നിറത്തിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നൊരു അന്തരീക്ഷം, നല്ല തണുപ്പ്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വൈബ് തരുന്ന ഒരു കാലാവസ്ഥയാണ് ഈ യൂറോപ്പിലെ ആ ഓട്ടം സീസണിൽ തന്നെ ഭയങ്കരമായിട്ടൊരു ഈ ടൂറിസ്റ്റിൻ്റെയൊക്കെ വലിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഈ ഒരു കാലാവസ്ഥയും ഒരു മൂഡി അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പോൾ അതാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു വലിയൊരു കോടീശ്വരന് ഒരു 5,000 കോടി രൂപ ആസ്തി ഉണ്ടെന്ന് കരുതിയോ. യൂറോപ്പിലെ നല്ലൊരു രാജ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ഒരു 3-4 മാസം നഗരത്തിലെ ഒച്ചപ്പാടും ബഹളവും തിരക്കും പ്രഷറും ഒക്കെ മാറ്റിവെച്ച് ഒരു 3 മാസക്കാലം എൻജോയ് ചെയ്ത് ഒറ്റയ്ക്ക് എല്ലാവിധ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നമുക്കൊന്ന് എന്താ പറയുക, വളരെ റിലീഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്? ഒരു പൈൻ ഫോറസ്റ്റിനിടയിൽ മേപ്പിൾസ് മരങ്ങൾ, നിലത്ത് ഓറഞ്ചും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്നു. ഒരു ഉൾവനം, എന്നാൽ വലിയ മരങ്ങളില്ലാത്ത ഒരു ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥ, അധികം മനുഷ്യസ്പർശമേറ്റിട്ടില്ലാത്ത ഒരു മേഖല. ആ നടുക്ക് വളരെ ലക്ഷറീസ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 100-150 കോടി രൂപയുടെ ഒരു വലിയൊരു വീട്, വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വീട്. ആ വീട്ടിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങൾക്കൊരു പെർഫ്യൂം വേണം. ആ പെർഫ്യൂമിൽ അത് ഒരേ സമയം ഫ്രഷ് ആയിരിക്കണം, ഒരേ സമയം വുഡി നോട്ട് ഉണ്ടായിരിക്കണം, ഒരേ സമയം അരോമാറ്റിക് ആയിരിക്കണം, ഒരേ സമയം കടലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാട്, കടൽ, മരങ്ങൾ, വുഡ് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള എല്ലാ നോട്ടും ചേർന്നിട്ടുള്ള സകലവിധ ഇമോഷൻസും അടങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂം വേണം. ഈ ഒരു പെർഫ്യൂമിൻ്റെ മണം നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് AC ചില മണങ്ങൾ പുറത്തു വരില്ലേ, അതേപോലെ ഇദ്ദേഹത്തിന് 24 മണിക്കൂറിലും ഓരോ 25 മിനിറ്റ് വെച്ച് ഒരു മണം ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു പെർഫ്യൂം തിരഞ്ഞെടുക്കണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പെർഫ്യൂം ആയിരിക്കും. കാരണം ഇതിൽ എല്ലാവിധ ഇമോഷൻസും ഉണ്ട്. ഇതിൽ അരോമാറ്റിക് നോട്ടുണ്ട്, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നോട്ടുകളുണ്ട്, ഒരേ സമയം അഡ്വഞ്ചർ ആയിട്ടുള്ള ഫീല് തരുന്ന അത്തരം നോട്ടുണ്ട്. കാരണം സീ നോട്ട് അടങ്ങിയിട്ടുണ്ട്, പിന്നെ വുഡി നോട്ട് അടങ്ങിയിട്ടുണ്ട്, കുറേയേറെ ഹെർബൽ നോട്ട് അടങ്ങിയിട്ടുണ്ട്, ഫ്ലോറൽ നോട്ട് അടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള നോട്ടും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ നോട്ടുകളും അടങ്ങിയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഈ ഒരു പെർഫ്യൂമാണ്. ഇനി ഒരു 25 വർഷം കഴിഞ്ഞിട്ട് ഈ പെർഫ്യൂം ഇറക്കിയാലും അന്നും മാർക്കറ്റിൽ ഈ ഒരു പെർഫ്യൂം പല പെർഫ്യൂമിന് കട്ട കോമ്പറ്റീഷൻ കൊടുക്കും. ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 10-22 കൊല്ലമായി. ഇപ്പോഴും ഇതിൻ്റെ DNA ഒരു മാറ്റം തട്ടിയിട്ടില്ല. അൺടച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു DNA ആണ് ഈ ഒരു DNA. അതുകൊണ്ടിട്ടാണ് നീഷ് ഹൗസായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ മാല് പോലും ഈ ഒരു DNA കോപ്പി അടിച്ചത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ എല്ലാവിധ ടേസ്റ്റുകൾ ഫുൾഫിൽ ചെയ്യുന്നൊരു DNA ആണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അവന് തേപ്പി കിട്ടി ആകെ കലങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം എൻ്റെ കൂട്ട് തന്നത്. അപ്പോൾ ഞാൻ വാങ്ങി അടിച്ചപ്പോൾ അവൻ എന്ത് വികാരത്തിലൂടെ കടന്നു പോയത് അതേ വികാരം എനിക്കും തോന്നി. പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്.
അടങ്ങി ഒതുങ്ങി ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും സേഫ് സോണിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. അത്തരം സന്ദർഭങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഇൻട്രോവേർട്ട് പെർഫ്യൂമേ അല്ല. ഇത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ പാർട്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും, ഓഫീസിൽ വളരെ സേഫായിട്ടുള്ള ഡി എൻ എ ആണ്, വളരെ ഇന്നൊഫെൻസീവ് ആയിട്ടുള്ള ഡി എൻ എ, അടുത്തിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡി എൻ എ ആണ്. അതുപോലെ തന്നെ ക്ലബിൽ പോകുമ്പോൾ, ജിമ്മിൽ പോകുമ്പോൾ, പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, ഡേറ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലവറുമായിട്ടുള്ള ഏറ്റവും വളരെ എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡി എൻ എ. കുറേ പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക വളരെ കോമൺ ആണല്ലേ. അപ്പോൾ ഇതൊക്കെ റഡാറിൽ പെടാത്ത ഐറ്റംസാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ട്രൈ ചെയ്യുമ്പോൾ യുണീക്കായിട്ട് തോന്നും, തീർച്ചയായും യുണീക്കാണ്. അപ്പോൾ മറ്റ് പെർഫ്യൂംസിനെ അപേക്ഷിച്ച് ഈ ഒരു ഡി എൻ എ വളരെ യുണീക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്തരം ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഞാനത് ഉച്ചയ്ക്ക് അടിച്ചിട്ട് വെയിലുള്ള സമയത്ത് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല പ്രൊജക്ഷൻ കിട്ടി. അതുപോലെ തന്നെ ലോങ്ജിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ എനിക്ക് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നുള്ളൊരു അസുഖം എൻ്റെ കയ്യിലുണ്ട്. അത് കയ്യിലെ വെള്ളം, ഈ കാലിൻ്റെ വെള്ളം നന്നായിട്ട് വിയർക്കും. അപ്പോൾ വിയർപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് പോലും എനിക്ക് 7-8 മണിക്കൂർ 5-6-7 മണിക്കൂറൊക്കെ എൻ്റെ കയ്യിലടിച്ചിട്ട് എനിക്ക് മണം കിട്ടി. ഡ്രൈ ഡൗൺ നന്നായിട്ട് കിട്ടിയായിരുന്നു, കുറേ നേരം കിട്ടിയിരുന്നു. ഷീറ്റിലടിച്ചിട്ട് 7-8 മണിക്കൂർ നിന്ന് വെയിലത്ത് പോയിട്ട് വന്നിട്ടും കയ്യിൽ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈ ഹീറ്റിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ലോങ്ജിവിറ്റിയിൽ ഒരു ഇഷ്യൂ ഇല്ല, പ്രൊജക്ഷൻ്റെ കാര്യത്തിലും ഒരു കുഴപ്പമില്ല. ഇത് വൈകുന്നേരങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കോംപ്ലിമെൻറ്റ്സ് കിട്ടും. എത്ര വാരി വലിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അടുത്തിരിക്കുന്നവർക്ക് ഒരു ഓവർ പവറിങ് ആയിട്ട് തോന്നാത്തൊരു ഡി എൻ എ ആണ്. നിങ്ങൾ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം കോംപ്ലിമെൻറ്റ്സും പ്രൊജക്ഷനും ഈ പെർഫ്യൂം നിങ്ങൾക്ക് തരും. 2008-2009 കാലഘട്ടത്തൊക്കെ ഈ മാച്ചോ എന്നുള്ള അണ്ടർവെയർ ലോഞ്ച് ചെയ്ത സമയമാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ അന്ന് ഇറങ്ങിയ ചില പരസ്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കാമസൂത്ര, അതുപോലെ തന്നെ ചില കോണ്ടത്തിൻ്റെ ഒക്കെ പരസ്യം, അതിൽ വരുന്ന ആഡിൽ വരുന്ന പുള്ളിക്കാരന്മാരെ കണ്ടിട്ടില്ലേ? ഹോട്ടായിട്ടുള്ള 6 പാക്ക് ബോഡിയും നല്ല മെലിഞ്ഞൊരു 6 അടി 3 ഇഞ്ച് പൊക്കവും സെക്സി ആയിട്ടുള്ള ആൾക്കാർ, അതിനെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത്തരം സെക്സി ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്സി ഡി എൻ എ ആണ് ഈ ഒരു ഡി എൻ എ. വളരെ സെക്സി ആയിട്ടുള്ള ഡി എൻ എ, പെട്ടെന്ന് ഗേൾസ് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നൊരു ഡി എൻ എ. ഇതൊരു വിയർപ്പുമായിട്ട് കൂടിച്ചേർന്ന് നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗന്ധവും ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഫിറമോണുകളും അതൊക്കെ ചേർന്നിട്ട് പുറത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഇതിൽ നിന്ന് കിട്ടും. എനിക്ക് തോന്നിയത് ഐസോയി സൂപ്പർ എന്നുള്ളൊരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ ഒരു നോട്ട് ഒരു പ്രത്യേക ഒരു മണം, അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഒരു ആൽഡഹൈഡ് പോലുള്ളൊരു നോട്ട് ഐസോയി സൂപ്പർ. അപ്പോൾ ആ ഒരു നോട്ട് ഇതിൽ ചേർന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ആ ഒരു നോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ട്രൈ ചെയ്യാൻ കൊടുത്ത എല്ലാവരും, ഞാൻ ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടും എന്ന് കരുതി കൊടുത്ത പെർഫ്യൂംസിനൊക്കെ അങ്ങനെയുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാജിക്കൽ നോട്ട് ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇത് ഒരേ സമയം ലക്ഷറിയാണ്, ഒരേ സമയം ടൈംലെസ് ക്ലാസിക്. ഞാൻ പറഞ്ഞ വൈബൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏത് ഒക്കേഷനിലും ഏത് കാലാവസ്ഥയിലും ഏത് മനോവ്യഥകളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഡി എൻ എ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു പെർഫ്യൂം ഓൾ ഇൻ ഓൾ. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ലോങ്ജിവിറ്റിയൊക്കെ നല്ല ലാസ്റ്റിംഗ് ഉണ്ട്, നല്ല പ്രൊജക്ഷൻ ഉണ്ട്, യുണീക്കാണ്. പിന്നെ 10-22-24 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ഒരു പെർഫ്യൂമിൻ്റെ വില ഇവരിപ്പോഴും കുറച്ചിട്ടില്ല. ഏകദേശം 12,000-13,000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോഴും. അപ്പോൾ അത്യാവശ്യം വിലയുണ്ട്. 12,000-13,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാനേലിൻ്റെയും അല്ലെങ്കിൽ ഡിയോറിൻ്റെയൊക്കെ പെർഫ്യൂംസ് കിട്ടും. അവരിപ്പോഴും ഇതിൻ്റെ വില കുറയ്ക്കാത്തതിൻ്റെ കാരണം മാർക്കറ്റിൽ ഇപ്പോഴും ഇതിന് ആ ഒരു നെയിം നിലനിർത്തുന്നുണ്ട്, ആ ഒരു സ്റ്റാർഡം നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് വില കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേയേറെ പെർഫ്യൂംസ് ട്രൈ ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ചില പെർഫ്യൂംസൊക്കെയാണ് തങ്ങി നിന്നിട്ടുള്ളത്. അത്തരത്തിൽ തങ്ങി നിന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിത് 2014 ഞാനിത് അടിച്ചിട്ട് ബീച്ചിൽ ഒറ്റയ്ക്ക് ഒരു മഴ പെയ്തിട്ട് ഞാനൊരു ഐപോഡ്, അന്ന് ആപ്പിളിൻ്റെ ഐപോഡ് ഉണ്ടായിരുന്നു, ഐപോഡ് എടുത്തിട്ട് ഹെഡ്സെറ്റും കണക്ട് ചെയ്ത് ഈ ഒരു സ്പ്രേയും അടിച്ചിട്ട് ഞാൻ ബീച്ചിൽ പോയിരുന്ന പഴയ ഓർമ്മകളൊക്കെ എനിക്ക് ഈ പെർഫ്യൂം അടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും.
ഡ്രൈഡ് ഓൺ ഒരു രക്ഷയില്ലാത്ത ഡ്രൈഡ് ഓൺ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള ഒരു മസ്കി ഫീൽ കിട്ടും ഡ്രൈഡ് ഓണിൽ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മണം സ്മെൽ ചെയ്യാൻ തോന്നും. ചില പെർഫ്യൂമൊക്കെ നമുക്ക് ഇങ്ങനെ കൂടെ സ്മെൽ ചെയ്യാൻ തോന്നിപ്പിക്കില്ലേ, അത്തരത്തിൽ മണം ഇടയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കും. ആ ഒരു ഫീൽ ഉള്ളിൽ നിന്ന് വരും, ഒന്ന് സ്മെല്ല് ചെയ്താലോ എന്ന് തോന്നിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള പെർഫ്യൂമാണ് ഇത്. ആര് വാങ്ങണം? ഞാൻ പറഞ്ഞില്ലേ, ഇത് മണങ്ങളോട് അതിയായ അഭിനിവേശമുള്ളവർ മാത്രം വാങ്ങേണ്ടതാണ്. അല്ലാതെ ഒരു പെർഫ്യൂം വാങ്ങിയേക്കാം എന്ന ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങളിത് വാങ്ങരുത്. അങ്ങനെയുള്ളവർക്കും അല്ല ഈ പെർഫ്യൂം. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പെർഫ്യൂം. ഇതൊരു ആർട്ട് വർക്കാണ്, മോഡേൺ ആർട്ട് വർക്ക്. ഇത് ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം വാങ്ങേണ്ട പെർഫ്യൂമാണ്. അപ്പോൾ അത് മനസ്സിലിരിക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് എന്ത് വികാരമാണോ എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ തോന്നിയത് അത് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട്. എൻ്റെ നമ്പർ കമൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ്. താല്പര്യമുള്ളവർ വാങ്ങാം. കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.